ഹലോ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഭയങ്കര അത്ഭുതം തോന്നി അല്ലെങ്കിൽ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത് എന്നൊന്നും ഇപ്പം പറയാൻ പറ്റുന്നില്ല. നമ്മൾ ഇന്നലെ കേട്ടൊരു ന്യൂസാണ്. മലപ്പുറത്ത് 14 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ +1 പഠിക്കുന്ന 16 വയസ്സുള്ള ഒരു ആൺകുട്ടി പീഡിപ്പിച്ചിട്ട് ബലാത്സംഗമൊക്കെ ചെയ്തിട്ട് കൊന്നു കളഞ്ഞു എന്നുള്ളത്. എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള കാട്ടിലോ അങ്ങനെ എന്തോ കൊണ്ടുപോയിട്ടാണ് ഈ കുട്ടീനെ ബലാത്സംഗം ചെയ്ത് അങ്ങനെ കൊന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ന്യൂസുകളും നോക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഈ 14 വയസ്സുള്ള പെൺകുട്ടിയും 16 വയസ്സുള്ള ആൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, പ്രണയം. അപ്പോൾ അങ്ങനെ പ്രണയത്തിലിരിക്കെ ഈ 16 വയസ്സുകാരൻ ഡ്രഗ് അഡിക്റ്റും അതുപോലെ തന്നെ സംശയരോഗിയൊക്കെയാണെന്ന്. ഈ 16 വയസ്സുള്ള ഒരു കുട്ടി സംശയരോഗി എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഓക്കെ മക്കളെ, നിങ്ങളുടെ പോക്കിത് എങ്ങോട്ടാണ്? 14 വയസ്സെന്നൊക്കെ പറയുമ്പോൾ എത്രാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? 9ാം ക്ലാസ്സിലോ? 9ാം ക്ലാസ്സിൽ ഇവരെ സ്നേഹിച്ചിട്ട് സ്കൂളിലൊക്കെ പിന്നെ 2-3 പ്രാവശ്യം വേണ്ടി റിലേഷൻഷിപ്പൊക്കെ അറിഞ്ഞ് വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞ് പോലീസ് കേസൊക്കെ ആയി. അങ്ങനെ ഇരിക്കെ ആണ് സംഭവം. എനിക്ക് തോന്നുന്നു ഇവർ ഈ ദിവസം, ഈ മരിച്ച ദിവസം വീട്ടിൽ പറയാണ്ട് കറങ്ങാനല്ല കാണാൻ എന്തുവാവാം, അങ്ങനെ പോയതാണ്. വീട്ടിലേക്ക് പല നമ്പർ, ഏതോ അൺനോൺ നമ്പറിൽ നിന്ന് എങ്ങാനും വിളിച്ചിട്ട് ഞാൻ വരുന്നുണ്ട്, വീട്ടിലെത്തും, ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനു മുന്നേ ഇവർ കറങ്ങാൻ പോയിക്കോ, കാരണം രണ്ടുപേരും ഇഷ്ടത്തിലാണല്ലോ. 16 വയസ്സുകാരനും 14 വയസ്സുകാരിയും തമ്മിൽ പ്രണയത്തിലാണല്ലോ. നമ്മളിപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ തള്ളവൈബാക്കും സ്വാഭാവികമായിട്ടും. പിന്നെ നിങ്ങളുടെ പ്രായത്തിൻ്റെതാണ്, നിങ്ങൾക്ക് വയസ്സായതിൻ്റെതാണ്, നിങ്ങൾ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രേമിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയും. സത്യസന്ധമായിട്ട് ഞാൻ മനസ്സ് തൊട്ട് പറയട്ടെ, ആ ഒരു സമയത്ത് ജനിച്ചതിലും വളരെ വളരെ സന്തോഷവതിയാണ് ഞാൻ. ഞങ്ങളിപ്പം ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലാവട്ടെ കോളേജിന്റെ ഗ്രൂപ്പിലാവട്ടെ ഞങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പറയാറുണ്ട്, ഭയങ്കര ഭാഗ്യമാണ് നമ്മളൊക്കെ ഈ ഒരു ജനറേഷനിൽ ജനിക്കാതിരുന്നത്. സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെയാണ് കേൾക്കേണ്ടി വരുന്നത് അല്ലേ? 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ ഈ 3-ാം കോട്ടയൊക്കെ ചിപ്ലിയില്ല, നമ്മളിങ്ങനെ ഇട്ടിട്ട് 3-ാം കോട്ട അതൊക്കെ കളിച്ച് അങ്ങനെ നടക്കുന്നൊരു പ്രായമായിരുന്നു. ഇവര് ഈ പറയുന്നത് പോലെ പ്രേമിക്കുന്നു. ആ സമയത്തും പ്രണയങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആരെയും സ്നേഹിച്ചിട്ടില്ല, അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴത്തെ ജനറേഷനില് കുട്ടികൾക്ക് 9ാം ക്ലാസ് മുതലേ ഉള്ള കുട്ടികൾക്ക് 9ഓ 8ഓ 7ഓ അങ്ങനെയുള്ള കുട്ടികൾക്കടക്കം പ്രണയം എന്ന് പറയുന്നത് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് മാത്രമാണ്. മനസ്സിലായില്ലേ? വേറെ ഒന്നുമല്ല. ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, സ്നേഹിക്കുന്നവരുണ്ടാവാം, എന്തു തന്നെ ആയാലും നിങ്ങൾ ഇത് കാണുന്ന കുട്ടികൾ, നിങ്ങളോട് ഞാൻ ഇനി എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇഷ്ടത്തിനേ പോവുകയുള്ളൂ. പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ കുഞ്ഞു പ്രായത്തിൽ, ഒന്നും അറിയാത്ത പ്രായത്തിൽ ഇങ്ങനെ പ്രേമിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ 8ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനും 4ാം ക്ലാസ്സിനും 2ാം ക്ലാസ്സിനും പ്രണയിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2ാം ക്ലാസ്സിൽ നിങ്ങൾ പ്രണയിക്കുമ്പോൾ 5ാം ക്ലാസ്സുകാരൻ നിങ്ങൾ കൊല്ലുമെന്ന് നിർബന്ധമില്ല, കൊല്ലില്ല എന്നുമില്ല. മനസ്സിലായില്ലേ? ഈ 9ാം ക്ലാസ്സുകാർ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു +1കാരൻ എന്നെ ബലാത്സംഗം ചെയ്ത് കൊല്ലും എന്നുള്ളത്. പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിനും അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറൊരാളുമായിട്ട് സ്നേഹത്തിലാണ് ഈ പയ്യൻ ഉണ്ടാകുമ്പോൾ തന്നെ ഈ 9ാം ക്ലാസ്സുകാരിക്ക് വേറൊരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാണ് എന്ന് അറിഞ്ഞതിന്റെ ഒക്കെ ദേഷ്യത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തേ എന്നാണ് പറയപ്പെടുന്നത്. എന്തൊക്കെയല്ലേ? 9ലും +1ലും പഠിക്കുന്ന മക്കളാണ്, 14 വയസ്സും 16 വയസ്സും. ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങള് ഇവരുടെയൊക്കെ മാതാപിതാക്കളുടെ ഒരു അവസ്ഥ. ആ കുട്ടീനെ 9ാം ക്ലാസ്സിൽ നിങ്ങൾ ആലോചിക്കണം, 9ാം ക്ലാസ്സിൽ കുഞ്ഞു മക്കളായിരിക്കും. ഇവർക്കാണ് ഇവർ സ്വയം വലുതായി ഞങ്ങൾ ഒരു 10-30 വയസ്സൊക്കെ ആയി എന്നൊക്കെ തോന്നുന്നത്. മക്കളെ, നിങ്ങൾ കുട്ടികളാണ്. മറ്റേ ലാലേട്ടൻ്റെ ഡയലോഗൊന്നുമല്ല, എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നതിലോ ഒന്നും ഒരു തെറ്റില്ല. അതിനൊക്കെ ഒരു സമയവും കാര്യവും കാലമൊക്കെ ഇല്ലേ? സംശയരോഗത്തിന്റെ ഭാഗമായിട്ട് ഇവനെ പിന്നെ സംശയരോഗം എനിക്ക് ഇതിലുണ്ടല്ലോ. സത്യം പറഞ്ഞു എനിക്ക് എന്ത് പറയണം, എങ്ങനെ സംസാരിക്കണം എന്ന് പോലും എൻ്റെ മൈൻഡിൽ വരുന്നില്ല. ഞാൻ ഉള്ളതുപോലെ പറയല്ല. പിന്നെ ഈ കുട്ടി സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അപ്പം അന്നേ ദിവസം ഈ കുട്ടി സ്കൂളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. ഈ കുട്ടി 14 വയസ്സുള്ള മകള് പിന്നെ സ്കൂളിൽ എത്തിയിട്ടില്ല. അത് നിങ്ങളെ തെറ്റ് തന്നെയാണ്.
സ്കൂൾ അധികൃതരോടാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യണം. അത് ഗവൺമെന്റ് സ്കൂളായാലും എനിക്കൊന്ന് പ്രൈവറ്റ് സ്കൂളുകളിൽ ഉണ്ട് എന്ന് തോന്നുന്നു. വീട്ടിലേക്ക് മെസ്സേജസ് എങ്ങനെ ടെക്സ്റ്റ് മെസ്സേജോ വാട്സാപ്പിൽ മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും എന്തോ ഒരു സംഭവം ഉണ്ട്. ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആബ്സെന്റ് ആയി, കുട്ടി ക്ലാസ്സിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു സംഭവം, അങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് എങ്ങനെ പാസ്സാവുന്ന ഒരു പരിപാടി ഉണ്ട് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ പോലും. അപ്പം LKG UKG pre-KG കുട്ടികൾക്കാണെങ്കിൽ പോലും പ്രൈവറ്റ് സ്കൂളുകളിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അത് എല്ലാ സ്കൂളുകളിലും വരണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് എല്ലാ സ്കൂളിലും വരണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ഇപ്പം 40 കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ 39 കുട്ടികളെ ഹാജരായിട്ടുള്ളൂ. ആ ഒരു കുട്ടി പോയാൽ പോട്ടെ, ചിലപ്പം എന്തെങ്കിലും ആവട്ടെ, പനിയായിരിക്കാം, സുഖമില്ല, നിങ്ങൾ അങ്ങനെ ഊഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ടീച്ചേഴ്സിനോടാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള മെസ്സേജ് പോകുന്നതോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് കോള് പോകുന്നതോ ആയിട്ടുള്ള സംവിധാനം ഒരുക്കിയേ പറ്റുള്ളൂ. നിങ്ങൾ ടീച്ചേഴ്സിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർ കുഞ്ഞുമക്കളായിരിക്കും, ഇവർ കുഞ്ഞുമക്കളല്ല. ഇതാണ് പരിപാടികള്. ഇവൻ ചിലപ്പം ഇവരോട് പറഞ്ഞിട്ടുണ്ടാവും, വീട്ടിൽ പറയണ്ട, വാ നമുക്ക്, നിനക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് പറഞ്ഞു തീർക്കാം, പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് തീർത്തിട്ട് നീ നിന്റെ വഴിക്ക് എന്റെ വഴിക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഇവൻ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവില്ലേ. ഈ എനിക്കതിന്റെ കൃത്യമായി കാട്ടിൽ കൊണ്ടുപോയി അങ്ങനെ എന്തെങ്കിലും അവിടെ നിന്ന് ബലാത്സംഗം ചെയ്ത് കൊന്നതോ അങ്ങനെ എന്തോ ആണ്. ചിലപ്പം ആൾതാമസങ്ങൾ ഇല്ലാത്ത ഏരിയ, ആ ഒരു വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ആളുകളൊന്നും അങ്ങനെ എത്തിച്ചെല്ലാത്ത ഒരു ഇടമായിട്ടാണ് അത് കാണപ്പെടുന്നത്. പാരന്റ്സിനോടാണ് ഞാൻ എപ്പോഴും ഞാൻ 1, 2, 3 പ്രാവശ്യമല്ല ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുന്നത്. അതിലൊക്കെ പറഞ്ഞതാണ് എനിക്ക് എവിടെയും പറയാനുള്ളത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ സൂക്ഷിച്ചേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അവരുടെ മുകളിൽ 2 കണ്ണ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇനി വളർന്നു വരുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കളുണ്ടാകുക, കുട്ടികളെ ഇനി വളർത്തുക എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് പറയുന്നത്. വലിയൊരു പേടി സ്വപ്നമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പേടി സ്വപ്നമാണ്. ഇനിയുള്ള ജനറേഷൻ ഇപ്പോഴേ ഇങ്ങനെ, ഇനി നെക്സ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർ ഫ്രീഡം വേണം, നിങ്ങൾക്ക് ഈ അമിതമായിട്ടുള്ള ഫ്രീഡം കിട്ടുന്നതിന്റെ പ്രശ്നമാണോ ഇത്? സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിന്റെ പുറത്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കുട്ടികൾ ഇത്രയും വേസ്റ്റ് ആയിട്ട് ആയിക്കൊണ്ട് പോവുക എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ കാര്യമല്ല, മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ലഹരി എന്ന് പറയുന്നത്. ഇതിന്റെ വരവ് നിർത്താൻ പറ്റില്ലല്ലോ അല്ലേ? അടിവേര് മുതൽ അത് നിർത്താൻ പറ്റില്ല. ഇത് വളരെ സുലഭമായിട്ട് ഇപ്പം ഏത് ഡ്രഗ് വേണമെങ്കിലും അവൈലബിൾ ആണ്. അതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഇനി എത്ര വിലപിടിപ്പുള്ളതാണെന്നുണ്ടെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടി കണ്ടുപിടിച്ച് അങ്ങനെയൊന്നുമില്ല. സുലഭമായിട്ട് ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള കടയിൽ അടക്കം നമുക്ക് ഈ പറയുന്നത് പോലെ വില കൂടിയ ഡ്രഗ്സുകൾ അവൈലബിൾ ആണ്. അതാണ് ആദ്യത്തെ കാര്യം. എന്താ ചെയ്യാൻ പറ്റുന്നത്? മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്മെല്ലിലെങ്കിലും പിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചൈനി, ചുനി, മാരുതി, മധു അതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ സ്മെല്ലുണ്ട്. ഇപ്പം വരുന്ന ഡ്രഗുകൾക്കൊന്നും സ്മെല്ല് വരെ ഇല്ല. നിങ്ങൾക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആള് ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടോ? അമിതമായിട്ട് ഡ്രഗ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും നോർമലി ബിഹേവ് ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും വേറെ രീതിയിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുക എന്നല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പല രീതിയിലാണ് ഡ്രഗ്സ് ഇപ്പം വരുന്നത്. അതുകൊണ്ട് പാരന്റ്സിനോടാണ് ഞാൻ പറയുന്നത്, മക്കളെ വളരെ സൂക്ഷിക്കുക. നമ്മൾ എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയാണ്. നമുക്കൊന്നും ഒരച്ഛനമ്മമാരെയും പറയാണ്ടിരിക്കാൻ പറ്റില്ല. എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല, എൻ്റെ മക്കൾ അങ്ങനെ പോവില്ല എന്ന് ഏതൊരു അച്ഛനും അമ്മയും വിചാരിക്കുള്ളൂ. അങ്ങനെയുള്ള വിചാരങ്ങൾ ഇനി വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? ദയവ് ചെയ്തിട്ട് കുഞ്ഞുമക്കളെ നിങ്ങൾ കേൾക്കില്ല, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്, എല്ലാത്തിനും സമയമുണ്ട്. നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു പ്രായവും പക്വതൊക്കെ ആവുന്ന സമയത്ത് ഈ പറയുന്ന പോലെ പ്രണയവും ഇഷ്ടവും വിവാഹവും ഒക്കെ നിങ്ങൾക്ക് ആവാം. വേണ്ട എന്നല്ല പറയുന്നത്. പഠിക്കുന്ന സമയത്ത് പഠിക്കും മക്കളെ. പഠിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊക്കെ സമയമുണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിനും സമയമുണ്ട്. ഈ മൊട്ടിടുന്ന പ്രായത്തിൽ ഇമ്മാതിരി പരിപാടിക്കൊന്നും പോവില്ലേ? എന്താ പറയല്ലേ, ആ വീട്ടുകാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. 2 വീട്ടുകാരുടെയും, ആ പയ്യന്റെ വീട്ടുകാരാണെന്നുണ്ടെങ്കിലും ഈ കുട്ടീന്റെ വീട്ടുകാരാണെന്നുണ്ടെങ്കിലും. പിന്നെ ഞാൻ വേറൊരു വീഡിയോ കണ്ടു. എനിക്ക് തോന്നുന്നു മുട്ടായി എങ്ങാൻ 8ാം ക്ലാസ്സുകാരിക്ക് ഒരു 19 വയസ്സുകാരൻ മുട്ടായി എങ്ങാൻ കൊടുത്ത് കാണിച്ചിട്ട് കുട്ടി വാങ്ങിയില്ല. അപ്പൊ അതിനെ കയറി പിടിച്ചു. എന്നിട്ട് പോലീസ് കൊണ്ടുപോകുന്ന രംഗമാണ് ഞാനിവിടെ വെക്കാം. ആ ചെക്കൻ്റെ ഒരു സന്തോഷം നോക്കിയേ നിങ്ങള്. ആഹാ, എന്താലേ അവന്റെ സന്തോഷം എന്താ നിങ്ങൾക്കറിയോ?
19 വയസ്സായിട്ടും ഒരു പണിയും ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസവും ഉണ്ടാവില്ല, ജോലിയും ഉണ്ടാവില്ല, വീട്ടിലൊരു പുഴു ആയിരിക്കും ഇവനെല്ലാം. അപ്പോൾ ചിലവ് കഴിയണ്ടേ? ചിലപ്പോൾ അച്ഛനും അമ്മയും ചവിട്ടി പുറത്താക്കി വീട്ടിൽ നിന്ന്. അപ്പോൾ ചിലവ് കഴിയണമല്ലോ. ഇപ്പം ആണെന്നുണ്ടെങ്കിൽ പിന്നെ ജയിലിലൊക്കെ ശമ്പളം കൂട്ടി പണിയെടുത്തു കഴിഞ്ഞാൽ മുന്നേ കിട്ടുന്ന പോലെയല്ല. പിന്നെ സുലഭമായിട്ട് ഞം 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 തിന്നാം. ഗോതമ്പുണ്ടൊക്കെ കഴിഞ്ഞു. ഈ പറയുന്ന പോലെ ബിരിയാണി കിട്ടുന്ന ജയിലുകളുണ്ട്. മട്ടൺ ബിരിയാണി കിട്ടുന്നുണ്ട്, ഫിഷ് ബിരിയാണി കിട്ടുന്നുണ്ട്, പിന്നെ ചിക്കൻ ബിരിയാണി, പിന്നെ ഇത്ര വരെയുള്ള അയില പൊരിച്ചത് എല്ലാം കിട്ടുന്നുണ്ട്. ശമ്പളവും വേറെന്താ വേണ്ടല്ലേ? കിടക്കാനൊരിടം മതി. വാവ്. ഞാൻ നിയമത്തിന് എത്ര പ്രാവശ്യമാണ് നമ്മൾ ഈ നിയമത്തിന് ചോദ്യം ചെയ്യേണ്ടത്? എന്തോരം നമുക്ക് എണ്ണിയാ തീരാത്തത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടും കേസുകൾ ഉണ്ടായിട്ടും ഇനിയും നിയമങ്ങൾക്ക് മാറാനായിട്ടില്ലേ? ഇനെന്താ സംഭവിക്കേണ്ടത്? മരണങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ രീതികളിലൂടെയാണ് ആൾക്കാരെ കൊല്ലുന്നത്. എന്നിട്ടും അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഇന്ത്യൻ നിയമവ്യവസ്ഥ അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞ 16 വയസ്സുകാരന് ജുവനൈൽ, അവന് പ്രായമായിട്ടില്ല, അവനെ ജുവനൈലിടും. അവിടെ അങ്ങനെ തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല. ഹാപ്പി ആയിട്ടിരിക്കാം, ഹാപ്പി ആയിട്ടിരിക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നല്ല നടപ്പും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പുറത്ത് വിടും. ഇങ്ങനെ അടുത്ത നെക്സ്റ്റ് പെൺകുട്ടികളെ വല വീശി പിടിക്കുക. ഇതൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഇപ്പോൾ പറയുന്നത് എനിക്കടക്കം ഇതിങ്ങനെ സംസാരിക്കാനുള്ള ഒരു ടോപ്പിക്ക് മാത്രമാണ്. നിങ്ങൾ കാണുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, ഇന്നിപ്പോൾ ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ആയിക്കൂടാന്നൊന്നുമില്ല. നിയമങ്ങൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണം ദയവേത്. നിങ്ങൾ ഇതിന് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് മാറുമോ? നിയമം മാറുമോ? എത്ര വേണമെങ്കിലും പോരാടാം നമുക്ക്. ഈ നിയമവ്യവസ്ഥ ഒന്ന് മാറാൻ ഇതുപോലെയുള്ള തെണ്ടികളെ സ്പോട്ടിൽ തൂക്കിക്കൊല്ലാനോ വെടിവെച്ച് കൊല്ലാനോ അറുത്ത് കൊല്ലാനോ അങ്ങനെയുള്ള നിയമം വരണം. എന്തെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ടോ? നമുക്കത് ചെയ്യാം. ഞാനതെന്തായാലും ചെയ്യാം. ഞാൻ റെഡിയാണ്. കേട്ട് മടുത്തത് കൊണ്ടാണ്. കാരണം നാളെ നമുക്കും ഇവിടെ ജീവിക്കണ്ടേ? മക്കളെ സേഫ് ആയിട്ടിരിക്കുക.